ഹായ് ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം RP. ഞാനെന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. എപ്പോഴും ഇംഗ്ലീഷ് എക്സാമിനേഷൻ വരുമ്പോൾ, അതിപ്പം 8th ആയിക്കോട്ടെ, 9th ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, 11th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, ഈ ലോങ് ആൻസേഴ്സ് വരുമ്പോൾ എസ്പെഷ്യലി അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണെന്ത് എസ്സേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ 11th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, നിങ്ങൾക്ക് 8 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണെന്ത് എസ്സേ എന്ന് പറയുന്നത്. അതിങ്ങനെ 10th ആയിക്കോട്ടെ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യം വരുന്ന ഒരു ടിപ്പാണത്. ഒരു എസ്സേ എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് അത് ഏതോ ഒരു പാരഗ്രാഫിൽ ഒറ്റയടിക്കാണ്ട് അവസാനിക്കും. ചില കുട്ടികൾ പാരഗ്രാഫ് തിരിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നാലും ആദ്യത്തെ പാരഗ്രാഫിൻ്റെ റിപ്പീറ്റേഷൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആവർത്തിച്ച് വരുന്ന അതേ പോയിന്റ്സ് തന്നെ ആയിരിക്കും രണ്ടാമത്തെ പാരഗ്രാഫിലും വരിക. നമ്മളെപ്പോഴും ഇതിന് പറയാറ് ഈ ആവർത്തന വിരസത എന്നാണ് പറയുന്നത്. കാരണം ആശയദാരിദ്ര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആശയദാരിദ്ര്യം വരുന്നത് അറിയോ? പ്രത്യേകിച്ച് കുട്ടികൾ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതി, അതോടുകൂടി അവരുടെ കയ്യിലുള്ള പോയിന്റ്സ് അവസാനിക്കും. നേരെ അടുത്ത പാരഗ്രാഫിലും അതിനെ തിരിച്ചും മറിച്ചൊന്ന് എഴുതും. ഓക്കെ, അടുത്ത പാരഗ്രാഫിലും അങ്ങനെയൊക്കെ തന്നെ ഏകദേശം ചില ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ വ്യതിചലിച്ച് പോയി. ഓക്കെ, നമ്മൾ പണ്ട് ആരോ പറഞ്ഞ പോലെ ആടിൻ്റെ 4 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടിനെ തെങ്ങിൽ കെട്ടാം, തെങ്ങ് നമുക്ക് ഓല തരും, തെങ്ങ് നമുക്ക് തേങ്ങ തരും എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. ചില കുട്ടികൾ പേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷരങ്ങളൊക്കെ ഒന്ന് വലുതാക്കി അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കാണാറ്. അതായത് പലപ്പോഴും കുട്ടികൾക്കൊരു ആശയത്തിൻ്റെ ദാരിദ്ര്യം അല്ലെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തതാണ് ഈ എസ്സേ റൈറ്റിങ്ങിലൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് 11th-ലെയും 12th-ലെയും കുട്ടികൾ കീപ്പ് ഇൻ മൈൻഡ്, ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതേപോലെ തന്നെ ചെറിയ ക്ലാസ്സിലെ 8th-ഉം 9th-ഉം 10th-ലെ കുട്ടികൾക്ക് എന്ത് ചെയ്യും യൂസ്ഫുൾ ആവുന്നത് ശ്രദ്ധിക്കാം. എങ്ങനെയാണ് ഒരു എസ്സേ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതാം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ടോപ്പിക് കിട്ടി. ഫോർ എക്സാമ്പിൾ, അട്രോസിറ്റീസ് ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ എന്ന് പറയുന്ന ഒരു ജനറൽ ടോപ്പിക് ആണെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾക്ക് ക്ലാസ് 11 and 12 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പം ഇങ്ങനെ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചാടി കയറി ആൻസറിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് നേരെ പകർത്താൻ പോകരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ബ്രീഫ് അപ്പ് ചെയ്യണം. ഞാൻ ഈ എസ്സേയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു 4 പോയിന്റ്സ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, ഡൗറി ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്ന ഒരു പോയിന്റ് ഡൗറിയാണ്. അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞ അടുത്തൊരു ടോപ്പിക് കിട്ടി. അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് കിട്ടി. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് കിട്ടി. ഇനിക്വാലിറ്റി ഇൻ വർക്ക് ഫോഴ്സ് കിട്ടി. അങ്ങനെ കുറച്ച് പോയിന്റ്സ് കിട്ടിയായിരിച്ചോ. അപ്പോൾ അത് നമ്മൾ ഒന്നുകിൽ ഒരു പെൻസിൽ എടുത്തിട്ട് ചെറിയ റഫ് പേപ്പറിലേക്ക് അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ പോയിന്റ്സ് നമ്മൾ വെക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 പോയിന്റ്സ് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കണം, ഇതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇതിലത്ര എൻ്റെ സ്ട്രോങ്ങർ പോയിന്റ് ഏതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ സ്ട്രോങ്ങർ പോയിന്റാണ് നമ്മൾ ആദ്യം ഫ്രെയിം ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. 4 പോയിന്റ്, 4-5 പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ 5 പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 5 പാരഗ്രാഫുകളാണ്. പിന്നെ ഒരു ഐഡിയൽ എസ്സേക്ക്, ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എസ്സേക്ക് വേണ്ട 3 ഘടകങ്ങളുണ്ട്. ആ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതിനൊരു പ്രോപ്പർ ബിഗിനിങ് വേണം, അതേപോലെ ഒരു മിഡിൽ വേണം, അതേപോലെ ഒരു പ്രോപ്പർ എൻഡിങ് വേണം. ഈ സ്ട്രക്ചറിൽ മാത്രമേ നമ്മളൊരു എസ്സേ ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എസ്സേ എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അട്രാക്റ്റീവായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങളൊരു ഹെഡിങ് എഴുതി വെക്കണം, ടൈറ്റിൽ. നിങ്ങൾ എസ്സേ എന്താണോ, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും ചിലപ്പോൾ ടോപ്പിക് എന്താണെന്നുള്ളത്, അതിനെ മനോഹരമായിട്ട് എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ ടൈറ്റിൽ എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, എസ്സേക്ക് മറക്കരുത്. അതിൻ്റെ താഴോട്ടേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസേഴ്സ് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ പ്രോപ്പർ ബിഗിനിങ് എന്ന് പറഞ്ഞത്, പ്രോപ്പർ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം, നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രൊഡക്ഷനാണ്. ഈ ടോപ്പിക്കിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് നിങ്ങളുടെ, അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന അതൊരു പാരഗ്രാഫായി നിങ്ങൾക്ക് കിട്ടി. മനസ്സിലല്ല? അപ്പോൾ എന്താണ്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ നമ്മളെ ഇന്നത്തെ ആനുകാലിക പ്രസക്തമായിട്ടുള്ള വല്ല റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് തുടങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യാം, വി ആർ ഓൾ ലിവിങ് ഇൻ 21st century. The topic is inevitable discussed in the present scenario എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടോപ്പിക്കിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു റെലവൻസും ഇമ്പോർട്ടൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കുഞ്ഞ് പാരഗ്രാഫായിട്ട് ഒരു 2-3 സെൻറ്റൻസ് മതി. അത് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്ന ആ ടോപ്പിക്കിനെ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മളെ കയ്യിൽ പാരഗ്രാഫ് നമ്പർ 1 ആയി. ആ പാരഗ്രാഫ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിക്കിനെ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പ്രസക്തി, ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 4 പോയിന്റ്സ് ഉണ്ടല്ലോ, ആ 4 പോയിന്റ്സ് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള പോയിന്റിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നു. അപ്പോൾ നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ചെറിയ സബ് ടോപ്പിക്സ് ആയിട്ട് നല്ല ഭംഗിയിലേക്ക് എഴുതി അതിനകത്ത് ബോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ താഴോട്ടേക്ക് പോയിന്റ് ആയിട്ട് എസ്സേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ആ പോയിന്റ് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ് ആ ടോപ്പിക്, അല്ലെങ്കിൽ ആ സബ് പോയിന്റ് ആയിട്ട് വരുന്നത് ടോപ്പിക് എന്താണെന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക.
അത് എത്രത്തോളം അതിൻ്റെ ഇൽ ഇഫക്ട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്. അപ്പോൾ നോക്കിക്കോ, ആ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ കോസ് ഉണ്ടെങ്കിൽ കോസ് എഴുതുക, അതിൻ്റെ ഇൽ ഇഫക്ട്സ് ഓർ കോൺസിക്വൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. അതിനെ നമ്മൾ ഒരു കുറച്ച് പ്രൂഫ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു അട്രോസിറ്റീസ് ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, എന്ത് റീസെന്റ് ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ടഡ് ദാറ്റ്, അല്ലെങ്കിൽ റീസെന്റ് മീഡിയ റിപ്പോർട്ടഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ ഏതെങ്കിലും റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ഇപ്പം വായിക്കാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിലോ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇഷ്യൂവിനെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, അതിനെ കോട്ട് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പം നിങ്ങൾ ആ ടോപ്പിക് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആ ടോപ്പിക്കിന്റെ കോസസ്, ഇല്ലിഫക്ട്സ്, കോൺസിക്വൻസസ്, അതിനെ കുറച്ച് പ്രൂഫ് കൂടി, നിങ്ങൾ എവിഡൻസും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് പാരഗ്രാഫായിട്ട് ആ ഒരു പോയിന്റ് മാറും. ഓക്കെ, അടുത്ത അതേ പ്രോസസ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഇനിയുണ്ട് 3 പോയിന്റ്സ്. അതിൽ ഏറ്റവും സ്ട്രോങ്ങർ പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതേപോലെ അടുത്ത പാരഗ്രാഫ് ഡെവലപ്പ് ചെയ്യുന്നു. അടുത്ത പാരഗ്രാഫിൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ കയ്യിലുള്ള ഈ 4 പോയിന്റുകൾ നിങ്ങൾക്ക് 4 പാരഗ്രാഫുകളായി. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അടക്കം നിങ്ങളുടെ കയ്യിൽ എത്ര പാരഗ്രാഫായി? 5 പാരഗ്രാഫായി. പിന്നെ ഞാൻ അടുത്ത പറഞ്ഞ 3ാമത്തെ ഘട്ടം, അപ്പോൾ നിങ്ങൾ ഈ പോയിന്റുകളെ നിങ്ങൾ പാരഗ്രാഫുകളാക്കി തിരിച്ച് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് എഴുതി വെച്ചാണ് ഇതിന്റെ മിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് ഇതിന്റെ എൻഡിങ് ആണ്. ഈ എൻഡിങ്ങിന് വിളിക്കുന്ന പേരാണെന്ത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ കയ്യിൽ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ 4 പോയിന്റ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 പാരഗ്രാഫുകളുണ്ട്. ഇനി ലാസ്റ്റത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ ഇത്രയും പോയിന്റ്സിനെ നമ്മൾ അസസ് ചെയ്തപ്പം, അല്ലെങ്കിൽ ഇത്രയും പോയിന്റ്സിനെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂയിലൂടെ ഈ ടോപ്പിക്കിലൂടെ നമ്മൾ കടന്നു പോയപ്പം നമുക്കുണ്ടായിട്ടുള്ള ചില പേഴ്സണൽ റിഫ്ലക്ഷൻസ് ഉണ്ട്. നമ്മൾ അതിന് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്തെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺക്ലൂഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ചില സൊല്യൂഷൻസ് കൊടുക്കാം, നിങ്ങളുടേതായ ചില സജസ്റ്റൻസ് നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് ഷുഡ് എൻഫോഴ്സ് ന്യൂ ലോസ് അഗെയിൻസ്റ്റ് ഇറ്റ്, എ കളക്റ്റീവ് എഫേർട്ട് ഇസ് നീഡഡ്, ദ യങ് ജനറേഷൻ മസ്റ്റ് കം ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ചില ഫൈൻഡിങ്സോടുകൂടി, നിങ്ങളുടെ ഒബ്സർവേഷനോടുകൂടി ആ ടോപ്പിക്കിനെ മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി, നിങ്ങളുടെ ഒബ്സർവേഷൻ, സജസ്റ്റൻ, സൊല്യൂഷൻസോടുകൂടി നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കോട്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്നൊക്കെ വളരെ ഒരു കോട്ടൊക്കെ വെച്ച് നിങ്ങൾ എൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വരും, നല്ലൊരു എസ്സേ വരും. നിങ്ങൾ ഈ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പോയിന്റ്സും കൂടി ചിലപ്പോൾ ഒറ്റ സിംഗിൾ പാരഗ്രാഫിലേക്ക് വരും. അടുത്ത പാരഗ്രാഫ് എങ്ങനെ എഴുതണം എന്നുള്ളത് ഉണ്ടാവില്ല, നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവില്ല. അപ്പം മേലെ എഴുതിയ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ വീണ്ടും തിരിച്ചും മറിച്ചും താഴോട്ടേക്ക് എഴുതും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എസ്സേ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം പ്രോപ്പർ പ്ലാനിങ്ങിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ, അതാണ് അതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. അതേപോലെ നല്ലൊരു മിഡിൽ, അതാണ് നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പിക്സിനെ, പോയിന്റ്സിനെ കൃത്യമായിട്ട്, അതിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഈ പാരഗ്രാഫിൻ്റെ ഇടയിൽ തോന്നുന്നത്, അവിടെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ പെൻസിൽ വെച്ചിട്ടോ പെൻ വെച്ചിട്ടോ സ്കെയിൽ വെച്ചിട്ടോ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റാർ ഒക്കെ ഇട്ട് വേണമെങ്കിൽ താഴോട്ടേക്ക് നല്ല പോയിന്റ് ഇടും. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും, ടീച്ചേഴ്സിന് ഭയങ്കര പെർഫെക്റ്റ് ആൻസർ ആയിരിക്കും. നല്ലൊരു കൺക്ലൂഷൻ, നിങ്ങളുടെ ചില ഒബ്സർവേഷൻസും നിങ്ങളുടെ സജസ്റ്റൻസും നിങ്ങളുടെ സൊല്യൂഷൻസും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു കൺക്ലൂഷൻ വെച്ചാൽ നിങ്ങളെ കയ്യിൽ 5 or 6 പാരഗ്രാഫുകളുള്ള ഒരു പെർഫെക്റ്റ് ആൻസർ ആയിരിക്കും വരിക. ഈസി ആയിട്ട്, അപ്പം ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആണെങ്കിൽ 11th and 12th ഒക്കെ ആണെങ്കിൽ 8 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതായത് ചുമ്മാ എവിടുന്നോ തുടങ്ങിയിട്ട് എവിടെയോ കൊണ്ട് അബ്രപ്റ്റ് ആയിട്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഒരു സിംഗിൾ പാരഗ്രാഫ് ആക്കാതെ പാരഗ്രാഫ് തിരിക്കുകയാണെങ്കിലും ഇതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ആൻസർ ആയിരിക്കും. അപ്പം നിങ്ങൾ 11th and 12th ആൾക്കാർ കൃത്യമായിട്ട് കുട്ടികൾ കൃത്യമായിട്ട് ഇത് കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ലോങ് ആൻസേഴ്സ് ഉള്ള ഒരു ആൻസറാണ്. താഴെയുള്ള 9th ആയിക്കോട്ടെ 10th ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്കും ഇതെന്ത് ചെയ്യാം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വലിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് മനസ്സിൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് എസ്സേസ് ഇന്ന് മുതൽ എഴുതി തുടങ്ങിക്കോ. ഓക്കെ.